അഭിമന്യു അല്ലേ, വട്ടവടയിലെ അഭിമന്യു എന്ന് പറയുന്ന മഹാരാജാസ് കോളേജിലെ SFI നേതാവ് കുത്തി മലർത്തിയത് ആരാണ്? കുത്തി മലർത്തിയത് ആരാടോ വിജയ? കുത്തി മലർത്തിയത് ആരാടോ ഗോവിന്ദ? കുത്തി കുടലെടുത്തത് ആരാടോ സ്വരാജേ? PFIയുടെ വിദ്യാർത്ഥി സംഘടനയായ ക്യാമ്പസ് ഫ്രണ്ടുകാരല്ലടോ. അവരുമായിട്ടാണ് നിങ്ങൾ ചങ്ങാത്തം കൂടുന്നത്. അവരുമായിട്ടാണ് ഡീൽ ഉണ്ടാക്കി മരുമാനം ജയിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. അവരുമായി ചങ്ങാത്തം ഉണ്ടാക്കിയിട്ടാണ് പിണറായി വിജയനെ ധർമ്മടത്ത് ജയിപ്പിക്കാൻ വേണ്ടി പോകുന്നത് നിങ്ങൾ, അല്ലേ? ഉളുപ്പുണ്ടോ? അഭിമന്യുവിന്റെ ആത്മാവ്, ധൻരാജിന്റെ ആത്മാവ് ഉണർന്നെഴുന്നേൽക്കും ഈ തെരഞ്ഞെടുപ്പിൽ. അവർ വോട്ട് ചെയ്യും. അവർ ഇവിടുത്തെ നിഷ്പക്ഷരായ അല്ലെങ്കിൽ നല്ല സഖാക്കന്മാരുടെ ആത്മാവുമായി ചേർന്നുകൊണ്ട് അവർ വോട്ട് ചെയ്യടോ. നിങ്ങൾക്കെതിരെ സംശയമുണ്ടോ? ഇനി മറ്റൊന്ന് ഈ കഴിഞ്ഞ ദിവസം ഒരു പ്രമുഖ പത്രത്തില് മുതിർന്ന മാധ്യമ പ്രവർത്തകനായ രാമചന്ദ്രൻ സാർ എഴുതിയിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ FCRA നിയമ ഭേദഗതി, അതായത് വിദേശ സംഭാവന നിയന്ത്രണ ചട്ടങ്ങൾ. ആ വിദേശ സംഭാവന നിയന്ത്രണ ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തിയതിനെതിരെ, FCRA ചട്ടങ്ങൾ ഭേദഗതി വരുത്തിയതിനെതിരെ കേന്ദ്രവുമായി കൊമ്പ് കോർക്കുകയാണ് CPM. എന്താ CPMന് എന്താ അത്ര വലിയ താല്പര്യം? CPM മാത്രമല്ല, കോൺഗ്രസ്സുകാരുണ്ട്. അവര് FCRA, ഈ പള്ളിയിലച്ചന്മാരുണ്ട്. അത് വേറൊരു കഥയാണ്. പള്ളിയിലച്ചന്മാർ FCRA നിയമ ഭേദഗതിക്കെതിരെ ബഹളം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തൽക്കാലം പാർലമെന്റിൽ അത് അവിടെ ഒന്ന് തൽക്കാലത്തേക്ക് അതെന്ത് ചെയ്തതാണ്, ഒന്ന് മാറ്റിവെച്ചതാണ്. അല്ലാതെ FCRA ചട്ട ഭേദഗതി നിയമത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്നോട്ട് പോകുന്നില്ല. നിങ്ങൾക്കറിയോ ഈ FCRA ഫണ്ട് വാങ്ങുന്നത് 80 മുതൽ 90% വരെ ഇവിടുത്തെ ഹൈന്ദവ സംഘടനകളാണെന്നേ. പിന്നെ ഈ പള്ളിയിലച്ചന്മാർക്ക് എന്താ കുരുവട്ടുന്നത്? അവരാകെ 10-15% ആൾക്കാർ മാത്രമേ ഉള്ളൂ. CPMകാരാവട്ടെ കാര്യമായിട്ട് ഇങ്ങനെ വിദേശ സംഭാവന അവർക്ക് കിട്ടുന്നില്ല. വിദേശത്ത് നിന്ന് ആര് CPMന് സംഭാവന നൽകാൻ? കോൺഗ്രസ്സുകാർക്ക് പിന്നെ ഈ സൊറോസുമായിട്ടുള്ള ഒരു അവിഹിത ബന്ധത്തിന്റെ ഒക്കെ പേരിൽ കോൺഗ്രസ് സംഘടനകൾക്കൊക്കെ കുറെ സംഭാവനകളൊക്കെ കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കാം. പക്ഷേ ഈ CPMകാരുടെ ക്രമീകരണം എന്താണ്? CPMകാർ എന്തിനു വേണ്ടിയിട്ടാണ് FCRA നിയമത്തിനെതിരെ ഇങ്ങനെ ഭയങ്കര രോഷം കൊള്ളുന്നത്? കാരണം FCRA ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ മതഭീകരത വളർത്തുന്നത് SDPI പോലുള്ള, പോപ്പുലർ ഫ്രണ്ട് പോലുള്ള മതഭീകര സംഘടനകളാണ്. അതായത് 2006 മുതൽ 2022 വരെ, അതായത് PFI നിരോധിക്കുന്ന ആ കാലഘട്ടം വരെ ഇവർ ഏതാണ്ട് 36ഓളം വ്യത്യസ്ത അക്കൗണ്ടുകളിലായി ഏതാണ്ട് 300 കോടിയിലേറെ രൂപ ഇവർ വിദേശത്ത് നിന്ന് സമാഹരിക്കുകയും ഇവിടെ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ അത് നിക്ഷേപിക്കുകയും ചെയ്തതായി കണ്ടെത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന മതഭീകര സംഘടനകൾ SDPI പോലെ, പോപ്പുലർ ഫ്രണ്ട് പോലെ, ജമാഅത്തെ ഇസ്ലാമി പോലുള്ള ഭീകര സംഘടനകളുടെ ഒരുപാട് ഉപസംഘടനകൾ വിദേശത്ത് നിന്ന് ഫണ്ട് സ്വീകരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? ഇവിടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്താനല്ല, ഇവിടെ മതഭീകരത വളർത്താൻ, ഇവിടെ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനം നടത്താൻ, ഇവിടെ ഇസ്ലാമിക വിപ്ലവം ഉണ്ടാക്കാൻ, അതിനൊക്കെ വേണ്ടിയിട്ട് ഇവർ വിദേശ ഈ ഫണ്ടുകൾ സ്വീകരിക്കുന്ന അതാണ് അതിന്റെ മേലെയാണ് പിടിമുറുക്കിയത് കേന്ദ്ര സർക്കാർ. അമ്മാതിരി ഇന്ത്യ വിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ഫണ്ടുകളൊക്കെ ഇവർ തടയുകയാണ്. അതിനു വേണ്ടിയിട്ടാണ് ചില നിയമ ഭേദഗതികൾ ഉണ്ടാക്കുന്നത്. അതാണ് പിണറായി വിജയന് സഹിക്കാത്തത്. പിണറായി വിജയന് സഹിക്കുന്നില്ല. FCRA ഭേദഗതി പാടില്ല എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടെ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനം നടത്തണം, ഇവിടെ തീവ്രവാദികൾക്ക് പൈസ കിട്ടണം, ഇവിടെ SDPI പൈസ കിട്ടണം, എന്നാലേ SDPIക്കാരും മരുവാനെ സഹായിക്കുള്ളൂ, എന്നാലേ SDPIക്കാരും ധർമ്മടത്ത് തന്നെ സഹായിക്കുള്ളൂ. അപ്പൊ SDPIക്കാർക്ക്, PFIക്കാർക്ക് എല്ലാവർക്കും പൈസ കിട്ടണം, വിദേശത്ത് നിന്ന് പൈസ വരണം. അത് തടയാൻ മോദി വിചാരിച്ചാൽ നടക്കൂല. ഞങ്ങൾ മോദിയെ സമ്മതിക്കില്ല. ഇവർക്കൊക്കെ പൈസ കിട്ടണം. ഇതാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ FCRA ഈ നിയമ ഭേദഗതി ചട്ടവും അതിനു വേണ്ടിയിട്ടുണ്ടാകുന്ന ഡീല്, അതുകൊണ്ട് SDPIക്കാർ ഞങ്ങൾക്ക് വോട്ട് ചെയ്യണമെന്ന് പറയുന്ന തരത്തിലുള്ള ഇവരുടെ ഈ ഡീലുകളൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാത്ത തരത്തിലുള്ള ഡീലുകളാണ്. നമ്മൾ സാധാരണ വിചാരിക്കും എന്താണ് ഇപ്പൊ SDPIയുടെ പിന്തുണ ഇവർക്ക് എങ്ങനെ കിട്ടുന്നു? കാരണം ഇവരുണ്ടാക്കിയ ഡീൽ അതാണ്. നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യൂ, മരുപോലെ ജയിപ്പിക്കൂ, ക്യാപ്റ്റനെ ജയിപ്പിക്കൂ, ഇതേപോലെ അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടിയെ പരാജയപ്പെടുത്തൂ, സതീശനെ പരാജയപ്പെടുത്തൂ, പകരം നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കേന്ദ്രത്തോട് പോരാടാം, നിങ്ങൾക്ക് അവിഹിതമായ മാർഗത്തിലൂടെ ഫണ്ട് വേണം, എന്നാലേ നിങ്ങൾക്ക് ഞങ്ങളുടെ മാതൃരാജ്യത്തിനെതിരെ
നോക്കണം നിങ്ങൾ, രാജ്യവിരുദ്ധ ശക്തികളുമായി കൂട്ടുചേരുകയാണ്. ഇതൊക്കെ എത്ര പേർ മനസ്സിലാക്കുന്നു? രാമേന്ദ്രൻ സാറിന്റെ ലേഖനത്തിൽ വളരെ കൃത്യമായിട്ട് അത് ഉണ്ട് കേട്ടോ, വളരെ കൃത്യമായി എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഡീലുകൾ എന്നാണ് രാമേന്ദ്രൻ സാർ ആ ലേഖനത്തിൽ പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ CPM-നെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു തൊഴിലാളി വർഗ സ്നേഹവുമില്ല. ഈ അഭിമന്യുവിനെ പോലെ ധനരാജിനെ പോലുള്ള രക്തസാക്ഷികളോട് അവർക്ക് പുച്ഛമാണ്. രക്തസാക്ഷികൾ അവർക്ക് വിൽപ്പന ചരക്കാണ്, കമ്മോഡിറ്റിയാണ്. അതായത് ഒരു ഉൽപ്പന്നമാണത്. അത് അവർ വിറ്റ് പൈസയാക്കുകയാണ്, അഭിമന്യുവിനെ വിൽക്കുകയാണ്. അഭിമന്യുവിന്റെ നെഞ്ചിലേക്ക് കടാര കുത്തി ഇറക്കിയത് SDP-കാരാണെങ്കിൽ അല്ലെങ്കിൽ ക്യാമ്പസ് ഫ്രണ്ടുകാരാണെങ്കിൽ അഭിമന്യുവിന്റെ കുഴിമാടം കുത്തി തുറന്നുകൊണ്ട്, കുഴിമാടം മാന്തിക്കൊണ്ട് ആ മരിച്ചു കിടക്കുന്ന അഭിമന്യുവിന്റെ മാറിലേക്ക് വീണ്ടും കടാര ഇറക്കുന്നത് CPM-കാരെ നിങ്ങളാണ്. എന്തിനു വേണ്ടിയിട്ട്? നിങ്ങൾക്ക് ജയിക്കണം അല്ലേ? ഒരു സഖാവിന്റെ ഹൃദയത്തിലേക്ക് കത്തിയാഴ്ത്തിയിറക്കിയ മതവെറിയന്മാരുടെ, മതഭീകരന്റെ വോട്ട് നിങ്ങൾക്ക് വേണം. ഉളുപ്പുണ്ടോ വിജയ? ഉളുപ്പുണ്ടോ റിയാസെ? നീയൊക്കെ ജയിച്ചു കഴിഞ്ഞാലും അതിനൊക്കെ ഈ രക്തസാക്ഷികളുടെ ചോരയുടെ ചുവപ്പായിരിക്കും കേട്ടോ. ഒറ്റിക്കൊടുത്തതിന്റെ ജീർണിച്ച മണമായിരിക്കും കേട്ടോ. ഓർക്കണം നിങ്ങൾ, ഈ 9-ാം തീയതി വോട്ട് ചെയ്യാൻ പോകുന്ന സാധാരണ സഖാക്കൾ ഓർമ്മിക്കണം. ഒറ്റുകാർ നിങ്ങൾക്കിടയിലാണ്. ആ ഒറ്റുകാർക്കാണോ നിങ്ങൾ വോട്ട് ചെയ്യേണ്ടത് എന്ന് ഓർമ്മിച്ചാൽ നിങ്ങൾക്ക് നല്ലത്, നിങ്ങളുടെ പാർട്ടിക്ക് നല്ലത്. അത്രേ പറയുന്നുള്ളൂ, അത്രമാത്രം. കേരളത്തിലെ ഏറ്റവും വലിയ വർഗീയ പാർട്ടി ഏതാണ്? അല്ലെങ്കിൽ വർഗീയതയെ കൂട്ടുപിടിച്ചുകൊണ്ട് അധികാരം പിടിച്ചു പറ്റാൻ വേണ്ടി ശ്രമിക്കുന്ന കേരളത്തിലെ ഏറ്റവും നിന്ദ്യമായ, ഏറ്റവും ലജ്ജാകരമായ, നെറികെട്ട പ്രവർത്തനം നടത്തുന്ന പാർട്ടി ഏത് എന്ന ചോദ്യത്തിന് ഒരു ഉത്തരമേ ഉള്ളൂ. അത് CPM-ആണ്. CPM പുറമേക്ക് ഞങ്ങൾ നവോത്ഥാന നായകന്മാരാണ്, ഞങ്ങൾ മതേതരക്കാരാണ് എന്നൊക്കെ പറയുമെങ്കിലും അവർ ഉള്ളിൽ തികഞ്ഞ വർഗീയവാദികളും വർഗീയതയെ ഉപയോഗിച്ചുകൊണ്ട്, വർഗീയ കുത്തിത്തിരിപ്പുകളെ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ അധികാരം നിലനിർത്താൻ കഴിയും എന്ന് പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവരുമാണ്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ്. 36 മണ്ഡലങ്ങളിലാണ്, അതായത് 140 മണ്ഡലങ്ങളിൽ 36 മണ്ഡലങ്ങളിൽ SDPI മത്സരിക്കുന്നു. SDPI എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ മതഭീകര സംഘടനയായ PFIയുടെ, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ രാഷ്ട്രീയ സംഘടനയാണ് SDPI. PFIയുടെ പ്രവർത്തനം കേന്ദ്ര സർക്കാർ അതിന് തടയിടുകയും PFIയുടെ നേതാക്കന്മാരെ മുഴുവൻ തടങ്കലിലാക്കുകയും ഒക്കെ ചെയ്ത കഥ നമുക്കറിയാലോ. അപ്പോഴാണ് ആ PFIയിലെ നേതാക്കന്മാരും സംഘടനാ പ്രവർത്തകരും ഒക്കെ നേരെ SDPIയിലേക്ക് വന്നുകൊണ്ട് SDPI പ്രവർത്തനം നടത്തുന്നത്. SDPI എന്ന് പറയുന്നത് ISIS പോലുള്ള, അല്ലെ, ISIS പോലെ അന്താരാഷ്ട്ര തലത്ത് ഇസ്ലാമിക ഭീകരത നടത്തുന്ന അതിന് സമാനമായ സംഘടനയാണ് SDPI എന്ന് പറഞ്ഞത് BJP-കാരല്ല, RSS-കാരല്ല, കോൺഗ്രസ്സുകാരല്ല, കോടിയേരി ബാലകൃഷ്ണനായിരുന്നു. കോടിയേരി ബാലകൃഷ്ണന്റെ ആ വീഡിയോ ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. കോടിയേരി ബാലകൃഷ്ണൻ വളരെ കൃത്യമായി പറഞ്ഞു, SDPI എന്ന് പറയുന്നത് അന്താരാഷ്ട്ര തലത്തിൽ ISIS-ന് തുല്യമായ സംഘടനയാണ്. ഏറ്റവും വെറുക്കപ്പെടേണ്ട, ഏറ്റവും അപലപിക്കേണ്ട, ഏറ്റവും അധികം എതിർക്കപ്പെടേണ്ട സംഘടനയാണ് SDPI എന്ന് പറഞ്ഞത് ആരാണ്? കോടിയേരി ബാലകൃഷ്ണനാണ്. കോടിയേരി ബാലകൃഷ്ണനെ പിണറായി വിജയന് അറിയോ എന്ന് എനിക്കറിയില്ല കേട്ടോ. കാരണം പിണറായി വിജയന് ഇഷ്ടമില്ലാത്തവരെ ഒന്നും പിണറായി വിജയൻ പിന്നെ ഓർക്കാറില്ല. കോടിയേരി ബാലകൃഷ്ണന്റെ ആ ശവസംസ്കാര ചടങ്ങിനിടയിൽ പോലും ധൃതി പിടിച്ച് നടത്തിയ ആ ചടങ്ങ്, അതിനുശേഷം പിണറായി വിജയന്റെയും കുടുംബത്തിന്റെയും വിദേശ എന്താ പറയാ പര്യടനങ്ങൾ, ഇതൊക്കെ നമ്മൾ കണ്ടതും നമ്മൾ ലജ്ജിച്ചതും ഒക്കെയാണ്. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, ഈ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ വർഗീയത കളിക്കുന്ന CPM, ഞങ്ങൾ മതേതരന്മാരാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന CPM, ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിച്ച UDF-നെ അതിനിശിതമായി വിമർശിച്ചുകൊണ്ടിരിക്കുന്ന CPM, ഈ
ജമാഅത്തെ ഇസ്ലാമിക്കാര് വർഷങ്ങളോളം CPM-ന്റെ കൂടെയായിരുന്നു. അപ്പോഴൊക്കെ നല്ലവരാണ്, അപ്പോഴൊക്കെ അവര് ഭയങ്കര മതേതരന്മാരാണ്. പക്ഷെ അവര് UDF-ന് പിന്തുണ നൽകിയതോടുകൂടി അവർ മതഭീകരരാണ്, UDF അത് ചെയ്യാൻ പാടില്ലാത്തതാണ്. പക്ഷെ SDPI അതിനേക്കാളും മൂത്ത മതഭീകരരായ പാർട്ടി സെക്രട്ടറി, മുൻ പാർട്ടി സെക്രട്ടറി തന്നെ ISIS-ന് സമാനമായ ഏറ്റവും വലിയ ഇസ്ലാമിക ഭീകരരാണ് SDPI എന്ന് പറഞ്ഞ ആ SDP-കാരുടെ വോട്ട് തങ്ങൾക്ക് വേണം. നേമത്ത് ശിവൻകുട്ടി നേരിട്ട് ആവശ്യപ്പെട്ടതാണ് SDPI-കാരോട്. അക്കാര്യം SDPI-യുടെ സംസ്ഥാന പ്രസിഡന്റും ദേശീയ വൈസ് പ്രസിഡന്റും വളരെ കൃത്യമായി കേരളീയ സമൂഹത്തോട് പറഞ്ഞതാണ്. ശിവൻകുട്ടി ആവശ്യപ്പെട്ട പ്രകാരം ഞങ്ങൾ ഇതാ നേമത്ത് ശിവൻകുട്ടിക്ക് പിന്തുണ കൊടുക്കുന്നു. മാത്രമല്ല, ഇത് ശിവൻകുട്ടി മാത്രമല്ല കേട്ടോ, ശിവൻകുട്ടിയേക്കാൾ അപ്പുറത്ത് ക്യാപ്റ്റനാണ് ഇതൊക്കെ നിയന്ത്രിക്കുന്നത്. കാരണം ഇവിടെ SDPI-യുടെ പിന്തുണ തേടിയത്, പിന്തുണ ആവശ്യപ്പെട്ടത്, അതിന് പകരം SDPI-കാർക്ക് ഏറ്റവും വലിയൊരു ഫേവർ ചെയ്തു കൊടുക്കാം എന്ന് പറഞ്ഞത് ക്യാപ്റ്റൻ തന്നെയാണ്. അതിനുള്ള നിരവധി തെളിവുകൾ നമുക്ക് മുമ്പിലുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, CPI അല്പമെങ്കിലും കമ്മ്യൂണിസം ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നവരാണ് CPI-കാർ കേട്ടോ. അതിൽ പ്രത്യേകിച്ചും ഈ ഇപ്പോഴത്തെ CPI-യുടെ സെക്രട്ടറി ആരാണ്, നമ്മുടെ ബിനോയ് വിശ്വം പറഞ്ഞതാണ് SDPI മതഭീകര സംഘടനയാണ്, SDPI-യുടെ വോട്ട് വേണ്ട. പിണറായി വിജയൻ കണ്ണുരുട്ടി. ബിനോയ് വിശ്വം പതിവ് പോലെ പെടുത്തു, നിക്കറിൽ മുണ്ടിൽ മുള്ളി. ഉടൻ പറഞ്ഞു SDPI-കാരുടെ വോട്ട് ഞങ്ങൾക്ക് വേണം. കാരണം അതിനൊരു താത്വികമായ ഒരു അവലോകനവും നടത്തി. അതായത് SDPI എന്ന് പറയുന്നത് BJP-ക്ക് എതിരാണ്, RSS-നെതിരാണ്. RSS-നും BJP-ക്കും എതിരായതാണ് അവരുടെ വോട്ട്. അതായത് SDPI വോട്ട് ചെയ്യുന്നത് ആർക്കെതിരെയാണ്? BJP-ക്കും RSS-നും എതിരെയാണ്. അപ്പൊ BJP-യും RSS-നെയുമാണ് നമ്മൾ എതിർക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അവരുടെ വോട്ട്, SDPI-യുടെ വോട്ട് നമുക്കാവാം. പിണറായി വിജയന്റെ കണ്ണുരുട്ടലിന് മുന്നിൽ പത്തി മടക്കിയ ബിനോയ് വിശ്വം. അപ്പോൾ കൃത്യമായി പിണറായി വിജയന്റെ നിർദ്ദേശമുണ്ട്. ഇവർ തമ്മിലുള്ള ഡീൽ, കേരളത്തിൽ നിന്നുള്ള ഏറ്റവും വലിയ ഡീൽ എന്ന് പറയുന്നത് ഏറ്റവും വലിയ മതഭീകരരായ SDPI-യും CPM-ഉം തമ്മിലുള്ള ഡീലാണ്. എന്നിട്ട് എളുപ്പം മാനില്ലാതെ പൊതുസമൂഹത്തിൽ പറഞ്ഞു ഞങ്ങൾ വർഗീയതക്കെതിരാണ്. SDPI ഭീകരരാണ്, മതഭീകരരാണ്. പക്ഷെ വോട്ട് വേണം, വോട്ട് നല്ലതാണ്. അതായത് SDPക്കാർ മതഭീകരരാണ്. പറയാതെ വയ്യ. മുൻ ആര് പറഞ്ഞതാണ്? മുൻ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതാണ്. അപ്പോൾ അത് വിഴുങ്ങാൻ വയ്യ. പക്ഷെ വോട്ട് പവിത്രമാണ്, അത് തങ്ങൾക്ക് വേണം. ഞാൻ നിങ്ങളോട് വളരെ വ്യക്തമായ ഒരു കാര്യം പറയുന്നു. ഇപ്പൊ ബേപ്പൂരും ധർമ്മടത്തും, അതായത് ഈ 140 മണ്ഡലങ്ങളിൽ ഏറ്റവും ഏറെ ജനശ്രദ്ധ ആകർഷിക്കുന്ന 2 മണ്ഡലങ്ങളാണല്ലോ ധർമ്മടവും ബേപ്പൂരും. ധർമ്മടത്ത് ക്യാപ്റ്റൻ, ബേപ്പൂരിലെ മരുമോൻ. അങ്ങനെ പിണറായിസവും മരുമോനിസവും എന്താ പറയാ ജനവിധി തേടുന്ന 2 മണ്ഡലങ്ങളാണ് ധർമ്മടം ആൻഡ് ബേപ്പൂർ. ഈ 2 മണ്ഡലങ്ങളിലും SDPI സ്ഥാനാർത്ഥികളില്ല എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായി SDPI മരുമോനെ പിന്തുണയ്ക്കും, ക്യാപ്റ്റനെ പിന്തുണയ്ക്കും, വല്ല സംശയമുണ്ടോ? അതേസമയത്ത് തന്നെ VD സതീശൻ മത്സരിക്കുന്ന പറവൂരിലെ SDPI-യുടെ സ്ഥാനാർത്ഥിയുണ്ട്. കുഞ്ഞാലിക്കുട്ടി മത്സരിക്കുന്ന മലപ്പുറത്ത് SDPI-യുടെ സ്ഥാനാർത്ഥിയുണ്ട്. LDF-ന്റെ സ്വതന്ത്രന്മാർ മത്സരിക്കുന്ന മലപ്പുറത്തെ പല സീറ്റുകളിലും SDPI-കാരില്ല. SDPI-യുടെ മുൻ സ്ഥാനാർത്ഥി, അതായത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലെ SDPI-യുടെ സ്ഥാനാർത്ഥിയാണ് ഇപ്പം CPM-ന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി. എന്ന് പറഞ്ഞാൽ വളരെ വളരെ അപഹാസ്യമായ, പക്ഷെ ഇതൊന്നും ഈ ബുദ്ധിജീവികൾ, അതായത് എഴുത്തുകാർ, ബുദ്ധിജീവികൾ, സാംസ്കാരിക പ്രവർത്തകർ പിണറായി വിജയന്റെ എന്ത് തെമ്മാടിത്തരത്തിനും എന്ത് നെറികേടുകൾക്കും കൈയടിച്ച് ഇൻക്ലാബ് വിളിക്കുന്ന, ജയ് വിളിക്കുന്ന ഇവിടുത്തെ സാംസ്കാരിക നായകന്മാർ, ഇവിടുത്തെ ഫെമിനിസ്റ്റുകൾ, ഇവിടുത്തെ നവോത്ഥാന നായകന്മാർ, എഴുത്തുകാർ, ചിന്തകന്മാർ ആരും ഇതിനെതിരെ മിണ്ടില്ല. കാരണം ഇവരൊക്കെ പിണറായിയുടെ ആസനം കഴുകുന്ന, പിണറായിയുടെ അമേദ്യം തിന്നുന്ന വൃത്തികെട്ട ജന്മങ്ങളാണ്. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, ഈ തിരഞ്ഞെടുപ്പിൽ വളരെ നഗ്നമായി വർഗീയ കാർഡ് കളിക്കുകയാണ് CPM. ഇവിടെ ബേപ്പൂരില് മരുമോനെങ്ങാനും ജയിക്കുകയാണെങ്കിൽ അതിനുള്ള ഫുൾ ക്രെഡിറ്റ് ആർക്കാണെന്നറിയോ? SDPI-ക്കാണ്, മതഭീകരർക്കാണ്.
മതഭീകരരുടെ വോട്ട് വാങ്ങിയിട്ടാണ് ഒരു പക്ഷേ അതിനുള്ള സാധ്യത വളരെ കുറവാണ് ബേപ്പൂരിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ എന്ന് പറയുന്നത് അൻവർ ഏറ്റവുമേറെ ജനപ്രിയനായി മാറുകയാണ് എന്നുള്ളതാണ്. കാരണം അൻവർ തുറന്നു കാട്ടുകയാണ് കഴിഞ്ഞ 5 വർഷം ഈ മണ്ഡലത്തിൽ റിയാസ് കാണിച്ചു കൂട്ടിയ നെറിയേടുകൾ എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള വികസനവുമില്ലാതെ ബേപ്പൂർ എന്ന് പറയുന്ന ഒരുപാട് സാധ്യതകളുള്ള വ്യാവസായികപരമായി ടൂറിസപരമായി വൻ സാധ്യതകളുള്ള ബേപ്പൂരിനെ വളരാൻ അനുവദിക്കാതെ എല്ലാം എന്താ പറയാ ഒരു ഗിമ്മിക്കുകൾ കാണിച്ചുകൊണ്ട് റീൽസ് മന്ത്രിയായ റിയാസിന്റെ നെറിയേടുകൾ തെമ്മാടിത്തരങ്ങൾ ഇപ്പൊ എല്ലാവർക്കും ബോധ്യപ്പെടുകയാണ്. അതായത് പ്രൈമറി ഹെൽത്ത് സെന്ററുകൾക്ക് ലക്ഷങ്ങൾ കൊടുത്താൽ മതി, അവിടെ അത്യാവശ്യം മരുന്നും കാര്യങ്ങളും ഉണ്ടാവും. അത് കൊടുക്കില്ല. അതിനു പകരം മൂപ്പർ ചെയ്ത എന്താണെന്നറിയോ? 4.5 കോടി ചെലവാക്കിയിട്ട് ഒരു ഗസ്റ്റ് ഹൗസ്, ഒരു റെസ്റ്റ് ഹൗസ്, PWDയുടെ റെസ്റ്റ് ഹൗസ് നവീകരിച്ചു. അതായത് ബേപ്പൂരിന്റെ വികസനം എന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് രോഗം വന്നാൽ പ്രൈമറി ഹെൽത്ത് സെന്ററിൽ പോകണ്ട, സാധാരണക്കാർ രോഗം വന്ന് മരിക്കട്ടോ, ഒരു പ്രശ്നമില്ല. പക്ഷേ മന്ത്രിക്ക് അർമാദിക്കണം. അതിനു വേണ്ടിയിട്ട് 4.5 കോടിയുടെ റെസ്റ്റ് ഹൗസ് നവീകരണം, അതിൽ തന്നെ ആർഭാടകരമായ ഒരു റൂം, അത് നവീകരിക്കാൻ വേണ്ടിയിട്ട് 50 ലക്ഷത്തിന്റെ ഇന്റീരിയർ, റിയാസിന് അർമാദിക്കാൻ. പാലം പൊളിയാൻ വേണ്ടി പോകുന്നു. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയുണ്ട് പുതിയ പാലത്തിന് വേണ്ടി. കേന്ദ്ര സർക്കാർ നരേന്ദ്രമോദിയുടെ പൈസ നമുക്ക് വേണ്ട. പാലം തകർന്ന കുറച്ച് ആൾക്കാർക്ക് മരിക്കും, പ്രശ്നമൊന്നുമില്ല. പാലം പെയിന്റ് അടിച്ചാൽ മതി. മരുമൻ പറയാണ് പാലം പെയിന്റ് അടിച്ചാൽ മതി. പെയിന്റ് അടിക്കാൻ 1 കോടി രൂപ. പിന്നെ പാലം ഇങ്ങനെ വൈദ്യുത വിളക്കുകൾ ഇങ്ങനെ എന്താ പറയാ കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശ ധോരണി വേണം. തകരാൻ പോകുന്ന പാലത്തിന്, തുരുമ്പിച്ച പാലത്തിന് പെയിന്റ് അടിയും വൈദ്യുത അലങ്കാരവും. ഇത്ര പൊട്ടനല്ല, മരപ്പൊട്ടൻ അല്ലേ, മരപ്പൊട്ടനായ ഒരു മരുമോൻ. പക്ഷേ ബേപ്പൂരിൽ മരുമോന്റെ ഞാൻ വിജയിക്കും, താനാണ് വിജയിക്കാൻ പോകുന്നത്. കാരണം എന്താണ്? SDP കാരുടെ പിന്തുണയുണ്ട്. SDPI എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും വലിയ മതഭീകരന്മാരുടെ പിന്തുണ ഉണ്ട് എന്ന് പറയുന്ന ധാർഷ്ട്യം. അപ്പോഴാണ് ശവകുടീരത്തിൽ നിന്ന്, ബലികുടീരങ്ങളിൽ നിന്ന് രക്തസാക്ഷികൾ ഉണർന്നു വരും. CPM മരുമോനെ പിണറായി വിജയ മനസ്സിലാക്കിക്കോ, ധൻരാജിന്റെ രക്തസാക്ഷി ഫണ്ട് കട്ടെടുത്തവരല്ലോ നിങ്ങൾ അല്ലേ? ധൻരാജിന്റെ രക്തസാക്ഷി ഫണ്ട് കട്ടെടുത്തതിനെ കുറിച്ച് പറഞ്ഞപ്പോ നിങ്ങൾ കട്ടു എന്ന് പറഞ്ഞപ്പോ കട്ടു എന്ന് വിളിച്ചു പറഞ്ഞ കുഞ്ഞികൃഷ്ണനെ കള്ളൻ എന്ന് വിളിച്ചവരാണ് നിങ്ങളുടെ സ്വരാജ് അല്ലേ? സ്വരാജ് കോൺഗ്രസ്സുകാരെ ശവന്തൂക്കികൾ എന്ന് വിളിച്ച ആ ദുരന്ത ബാധിതരെ അല്ലേ? വയനാട്ടിൽ ആ പ്രകൃതി ദുരന്തം ഉണ്ടായപ്പോൾ അതിൽ മരണമടഞ്ഞവരെ ശവം അത് വെറും ശവങ്ങളാണ്. സ്വരാജിന് അതൊക്കെ ശവങ്ങളാണെന്നേ. അവിടെ രക്ഷാപ്രവർത്തനം നടത്തിയ കോൺഗ്രസ്സുകാരെ വിളിച്ചത് ശവന്തൂക്കികൾ എന്നാണ്. ശവന്തൂക്കികൾ. കാരണം സ്വരാജിൽ നിന്ന് ഇതിൽ കൂടുതൽ അധമമായ വാക്കുകളൊക്കെ നമ്മൾ കേട്ടതാണ്. VS അച്യുതാനന്ദനെ തൂക്കിക്കൊല്ലുമെന്ന് പറഞ്ഞ അധവനാണ് ഇവൻ. VS അച്യുതാനന്ദന് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണം എന്ന് പറഞ്ഞ അധമൻ ആര്? സ്വരാജിന്റെ വാക്കുകൾ. ഇപ്പൊ CPMന്റെ പരാജയത്തിനുള്ള കാരണങ്ങൾ എങ്ങനെ നിരത്തിയാൽ അതിൽ ഏറ്റവും മുകളിലുള്ള പേര് സ്വരാജ് ആയിരിക്കും. സ്വരാജിന്റെ വായ തുറന്നാൽ എത്ര വോട്ടുകളാണ് CPMന് നഷ്ടപ്പെടുന്നത് അറിയോ? ഇപ്പൊ ശബരിമലയില് മാളിയപ്പുറവും അയ്യപ്പനും തമ്മിൽ കല്യാണം കഴിച്ചു എന്ന് പറയുന്ന ഏറ്റവും മതവികാരത്തെ വ്രണപ്പെടുത്തുന്ന, ഹൈന്ദവ വികാരത്തെ വ്രണപ്പെടുത്തുന്ന വാക്കുകൾ പറഞ്ഞവർ ഇവനല്ലേ? മാളിയപ്പുറത്തമ്മ അറിഞ്ഞപ്പോഴാണ് ഇവിടെ പ്രളയമുണ്ടായതെന്ന് പറഞ്ഞത് ഇവനല്ലേ? ഈ സ്വരാജ് അവനാണ് പറഞ്ഞത് എന്താണ്? ശവന്തൂക്കികൾ അല്ലേ? ശവന്തൂക്കികൾ എന്ന് പറഞ്ഞവൻ. അപ്പൊ ഇതാണ് CPMൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എന്താ പറയാ അവരുടെ ജീർണതയുടെ ഉദാഹരണങ്ങളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ രക്തസാക്ഷികളെ ധൻരാജിന്റെ രക്തസാക്ഷി ഫണ്ട് കട്ടെടുത്ത ആള് നല്ലവനാണ്, മഹാനാണ്. ഫണ്ട് കക്കുന്നവരൊക്കെ CPMന് മഹാന്മാരാണ്. അതുകൊണ്ട് തന്നെ അയാളെ സ്ഥാനാർത്ഥിയാക്കി. TI മധുസൂദനെ സ്ഥാനാർത്ഥിയാക്കി. മധുസൂദനൻ കട്ടു എന്ന് പറയുന്ന കുഞ്ഞികൃഷ്ണനെ നോക്കി കണ്ട് വിളിച്ച് പറയാണ് അയാൾ കള്ളനാണ്. എന്റെ സ്വരാജ്, നിനക്കൊക്കെ പോയി തൂങ്ങി ചത്തൂടോ? നീയൊക്കെ സഖാവാണിടോ? VS അച്യുതാനന്ദന് വധശിക്ഷ വിധിച്ച നീയൊക്കെ എന്ത് പുണ്ണാക്കിന്റെ സഖാവാടോ?
രക്തസാക്ഷിയുടെ ഫണ്ട് കട്ട സ്ഥാനാർത്ഥി നിങ്ങൾക്ക് ഫണ്ട് കട്ടു എന്ന് പറയുന്ന കുഞ്ഞികൃഷ്ണൻ എന്ത് കള്ളത്തരാണോ കളിച്ചത്? പറയണം സ്വരാജെ, പറയണം. അതുകൊണ്ടൊക്കെ തന്നെയാണോ നീ തോറ്റുപോകുന്നത്? നീ തോൽക്കാനായി ജനിച്ചവനാണോ സ്വരാജെ? ധനരാജിന്റെ രക്തസാക്ഷി ഫണ്ടിന്റെ കഥ അങ്ങനെ.